വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ഡീക്കന്മാരെ കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പിയിലെ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ വിശുദ്ധന്മാർക്ക്, അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്ക്, അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ. അപ്പോൾ സഭയ്ക്ക് അങ്ങനെ 2 ഔദ്യോഗിക സ്ഥാനങ്ങളാണ് സഭയ്ക്കുള്ളിലുള്ളത്. ഒന്ന് അധ്യക്ഷന്മാർ, അതായത് എൽഡേഴ്സ്. രണ്ടാമത്തേത് ഡീക്കന്മാര് അഥവാ ശുശ്രൂഷകന്മാർ. ഡിയാക്കനോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഡീക്കൻ എന്ന് നമ്മൾ പറയുന്നതായിരിക്കുന്ന വാക്കുണ്ടായിട്ടുള്ളതായ ഗ്രീക്ക് വാക്കിന്റെ ഒരു ട്രാൻസ്ലിറ്ററേഷനാണ് അതെന്ന് പറയാം. ശുശ്രൂഷകൻ, ശുശ്രൂഷക്കാരൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. വ്യത്യസ്തമായ നിലയിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നാം ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് സഭയിൽ ശുശ്രൂഷകൾക്കായിട്ട്, ഭൗതിക ശുശ്രൂഷകൾക്കായിട്ട് പ്രത്യേകിച്ച് സഭ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നവർക്കും മറ്റേത് വേല ചെയ്യുന്നവർക്കും ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ പോലും ശുശ്രൂഷകൻ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ആ വാക്കിന്റെ അർത്ഥം ഡിയാക്കനോസ് എന്നൊക്കെ പറഞ്ഞാൽ, ഡിയാക്കോനിയ എന്ന് പറഞ്ഞാൽ someone who pleases another person by his service. താൻ ചെയ്യുന്നതായിരിക്കുന്ന വേലകൾ കൊണ്ട്, ശുശ്രൂഷകൾ കൊണ്ട് മറ്റൊരാളെ പ്രസാദിപ്പിക്കുന്ന ഒരാൾ. ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞാൽ അതാണ്, മറ്റൊരാളെ പ്രസാദിപ്പിക്കുക. സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് കർത്താവിനെ പ്രസാദിപ്പിക്കണം. ഡീക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് സഭയിലെ വിശ്വാസികളെ പ്രസാദിപ്പിക്കുന്ന ആളുകളാണ്. അത് എപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡീക്കന്മാര് സഭയിലെ വിശ്വാസികളെ പ്രസാദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന ആളുകളാണ്. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ വാക്ക് പല പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് വേണ്ടി റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള ദാസന്മാർക്ക് വേണ്ടി അത് പറയും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വേലക്കാർക്ക് വേണ്ടി 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിനെ അനുഗമിച്ച ആളുകൾക്ക് വേണ്ടി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം അതിന്റെ ജനറൽ യൂസേജ് ആണ്, പൊതുവായ പ്രയോഗമാണ്. സാങ്കേതികമായ പ്രയോഗം എന്ന് പറയുന്നത് സഭയിലെ ഭൗതിക ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകളെ സംബന്ധിക്കുന്നതായിട്ടാണ്. യവന റോമ സാമ്രാജ്യങ്ങളിലെ അടിമകളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ഈ അപ്പോസ്തോലിക കാലം എന്ന് പറയുന്നത്. അവരെ സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ ശ്രേണിയിൽ ഉള്ളവരായിരുന്നു. അവരുടെ യജമാന്മാരെയും കുടുംബത്തെയും സേവിക്കുക എന്നതായിരുന്നു അവരുടെ കർത്തവ്യം. അന്നത്തെ കാലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിടിച്ചുകൊണ്ടു പോകുന്നതായിരിക്കുന്ന ആളുകളെ അങ്ങനെ അടിമകളായി വീട്ടു ജോലിക്ക് വേണ്ടി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 6-ാം രാജാവ് ഇസ്രായേലിലേക്ക് വന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയതും ആ പെൺകുട്ടി നയമാന്റെ വീട്ടിൽ ശുശ്രൂഷ ചെയ്തതൊക്കെ നമുക്കറിയാം. അവളൊരു ശുശ്രൂഷക്കാരെത്തി എന്നാണ് അവളെ കുറിച്ച് പറയുന്നത്. കാരണം നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്ത ഒരുവളാണ്. എന്നാൽ യവന റോമാ സാമ്രാജ്യത്തിൽ നിന്നും വിഭിന്നമായി യഹൂദ മതത്തിൽ, സംസ്കാരത്തിൽ സേവനത്തെ വളരെ ആദരിച്ചിരുന്നു. യവന റോമാ സാമ്രാജ്യത്തിൽ ഈ അടിമകളാണ് പണി ചെയ്തത് എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ബഹുമാനം കൊടുത്തിരുന്നില്ല. പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തെ സേവിക്കുകയും ദൈവജനത്തെ സേവിക്കുകയും ചെയ്യുന്നത് വലിയൊരു പദവിയായിട്ടാണ് അവർ കണക്കാക്കിയത്. അത് അടിമകളുടെ ജോലിയായിട്ടല്ല കണക്കാക്കിയത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാരും ലേവ്യക്കാരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ഒക്കെ ദൈവജനത്തിന്റെ സേവയ്ക്ക് വേണ്ടി നിന്നു. അവരൊക്കെ ആ രാജ്യത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിരുന്നു, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിരുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ആ യഹൂദ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ ചവിട്ടി പതിക്കപ്പെടുന്ന ആളുകളല്ല,
പിന്നെയോ വളരെ ആദരിക്കപ്പെടുന്ന ആളുകളായിട്ടാണ് ഇരുന്നത്. മേശയിൽ ശുശ്രൂഷിക്കുക, വചനം ശുശ്രൂഷിക്കുക, ഇതെല്ലാം ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ്. യെരുശലേമിലെ സഭയിലെ നമുക്കറിയാവുന്നതുപോലെ മൂപ്പന്മാരെ നിയമിക്കുന്നതിന് മുൻപ് അപ്പോസ്തലന്മാരാണ് അവിടുത്തെ ആത്മീകവും ഭൗതികവുമായ ശുശ്രൂഷകൾ രണ്ടും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. എന്നാൽ അപ്പോസ്തലന്മാര് ഇത് രണ്ടും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ അപാകത വന്നു. 5000-ലധികം പുരുഷന്മാർ തന്നെ ഉള്ള ഒരു സഭ, 10,000-ലധികം അംഗങ്ങളുള്ള ഒരു സഭയില് 12 അപ്പോസ്തലന്മാർ ദൈവവചനം പഠിപ്പിക്കണം, ആത്മീയ ശുശ്രൂഷകളെല്ലാം അവർ ചെയ്യണം. അന്നെന്തെല്ലാം ശുശ്രൂഷ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്യണം. കൗൺസിലിങ്, ശിഷ്യപ്പെടുത്തലും, അതുപോലെ ദൈവവചനം പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ഉപദേശം പഠിപ്പിക്കുകയും അതോടൊപ്പം അവർ ഭൗതിക കാര്യങ്ങളിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങി. നമുക്കറിയാം അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന്. പരാതി ജനത്തിൻ്റെ ഇടയിൽ ഉയർന്നു. കാര്യങ്ങൾ നന്നായിട്ടല്ല പോകുന്നത്. അപ്പോസ്തലന്മാർ വലിയ ആളുകളാണ്, കർത്താവ് താൻ തന്നെ ശിഷ്യപ്പെടുത്തിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാലും അവരെ വിഭാഗീയ ചിന്താഗതി ഉള്ളവരാണ് എന്ന ഒരു പരാതി അവരുടെ ഇടയിൽ ഉണ്ടായി. യവന ഭാഷ സംസാരിക്കുന്നതായിരിക്കുന്ന വിധവമാരെ എബ്രായ ഭാഷ സംസാരിക്കുന്ന വിധവമാരെക്കാൾ കുറഞ്ഞവരായിട്ടാണ് ഭൗതിക കാര്യങ്ങൾ വിഭജനം ചെയ്യുമ്പോൾ കരുതിയത്. എബ്രായ ഭാഷ സംസാരിക്കുന്നവരെല്ലാവരും യെരുശലേമിൽ തന്നെ ഉള്ളവരാണ്. യവന ഭാഷ സംസാരിക്കുന്നവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്ത പെരുന്നാളിന് വേണ്ടി വന്ന് രക്ഷിക്കപ്പെട്ട് അവിടെ തന്നെ തുടരുന്നവരാണ്. അപ്പൊ പുറത്തുനിന്ന് വന്ന യവന സംസ്കാരക്കാർക്ക് യെരുശലേംകാരായിരിക്കുന്ന ഈ അപ്പോസ്തലന്മാരെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവർക്ക് തോന്നി അവിടെ ഒരു പാർഷ്യാലിറ്റി, ഒരു വിഭാഗീയ ചിന്താഗതി ഉണ്ട് എന്ന്. അതേക്കുറിച്ച് പിന്നെ പിറുപിറുപ്പായി നമുക്കറിയാം. അപ്പോസ്തലന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ആത്മീയ ശുശ്രൂഷകളും ഭൗതിക ശുശ്രൂഷകളും കൂടെ ഒരാൾ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നത് വിജയകരം ആകില്ല. സഭ ചെറുതാകുമ്പോൾ അത് കുഴപ്പമില്ല. 50, 60, 100 പേരൊക്കെ ഉള്ള ഒരു സഭയിലാണെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ ഏകം നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയും. 6-7 മൂപ്പന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയും. പക്ഷെ ദൈവം വേറൊരു ക്രമീകരണമാണ് ചെയ്തത്. സഭ വലുതായാലും ചെറുതായാലും ആത്മീക ശുശ്രൂഷകളെന്നും ഭൗതിക ശുശ്രൂഷകളെന്നും സഭയ്ക്കുള്ളിലെ ശുശ്രൂഷകളെ രണ്ടായിട്ട് തിരിച്ച്, അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മേശകളിൽ ശുശ്രൂഷിക്കുക, അതുപോലെ പ്രാർത്ഥനയിലും അതിന് ശുശ്രൂഷയിൽ ഉച്ചരിക്കുക. മേശയിൽ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഭൗതിക ശുശ്രൂഷകൾക്കുള്ള ഒരു പേരായിട്ട്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. അത് ആത്മീയ ശുശ്രൂഷകൾ. അങ്ങനെ സഭയിലെ ശുശ്രൂഷകളെ 2 തരത്തിലായിട്ട് തിരിക്കാനായിട്ടിടയായി. എന്നിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോളാം. അപ്പൊ ഭൗതിക ശുശ്രൂഷകളും ആത്മീയ ശുശ്രൂഷകളും രണ്ടും ആത്മീയ കാര്യങ്ങൾ തന്നെയാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവ് വാസ്തവത്തിൽ ആവശ്യമില്ല. എങ്കിലും വേർതിരിവ് ആവശ്യമാണ്. വചനം പ്രസംഗിക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അല്ലല്ലോ സഭയിലെ ആഹാര കാര്യങ്ങള്, കൂട്ടായ്മ കാര്യങ്ങള്, മീറ്റിംഗ് കൂടി വരുന്ന സ്ഥലത്ത് കസേര ഇടുക, അല്ലെ പായ വിരിക്കുക മുതലായ കാര്യങ്ങള്. ഇത് രണ്ടും ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭയാകുമ്പോൾ ഇത് രണ്ടും തുല്യ പ്രാധാന്യം തന്നെ പറയുമെങ്കിലും അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാര് ജനങ്ങളോട് പറഞ്ഞു, വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്നും 7 ആളുകളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അവിടെയാണ് ഈ ഡീക്കന്മാർ എന്നതായിരിക്കുന്ന പ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, അങ്ങനെ ഒരു സ്ഥാനപ്പേരായിട്ട് അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും, അവിടെയാണ് ഈ ഡീക്കൻ ശുശ്രൂഷയുടെ ആരംഭം എന്ന് വേദശാസ്ത്രം പഠിപ്പിക്കുന്നവരും പൊതുവെ വിശ്വസിക്കുന്നു. ഇവിടെ രസകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, മൂപ്പന്മാരുടെ കാര്യം പറയുമ്പോൾ സഭകൾ തോറും മൂപ്പന്മാരെ നിയമിച്ചു എന്നും നിങ്ങൾ സഭ മൂപ്പന്മാരെ നിയമിക്കണമെന്നും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ ഡീക്കന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പോസ്തലന്മാര് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കുകയല്ല ചെയ്തത്. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ഇടയിൽ നിന്നും ഡീക്കന്മാരെ സഭയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും മൂപ്പന്മാരെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് മിഷണറിമാരെ നിയമിക്കുന്നവരുമാണ്. ഒരു വലിയ വ്യത്യാസമാണ്. അതിനുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറഞ്ഞാൽ, മൂപ്പന്മാരെ കൈകാര്യം ചെയ്യുന്നത് ദൈവവചനവും പ്രാർത്ഥനയും ഒക്കെയാണ്, കർത്താവിൽ നിന്നും പ്രാപിച്ച കാര്യങ്ങളാണ്.
ഡീക്കന്മാര് കൈകാര്യം ചെയ്യുന്നത് ഭൗതിക കാര്യങ്ങളാണ്. അത് ജനങ്ങൾ അവർക്ക് കൊടുക്കുന്നതാണ്. സ്തോത്രകാഴ്ചപ്പണമായിട്ടായാലും മറ്റേത് വിധത്തിലായാലും ഭൗതിക കാര്യങ്ങൾ ജനങ്ങള് ഇവരെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതെ ജനങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡീക്കന്മാരുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളോടാണ്, മൂപ്പന്മാരുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കർത്താവിനോടാണ്. ഇത് തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ യെരൂശലേമിലെ സഭയിലെ 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. വ്യക്തമായ ക്വാളിഫിക്കേഷൻസ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് അല്ല അവിടെ കൊടുത്തത്. പിന്നെയോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും ജ്ഞാനമുള്ളവരും പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം ഉള്ളവരുമായ ആളുകളെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നതായിരിക്കുന്ന യോഗ്യത എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായിരിക്കുന്ന പ്രയോഗങ്ങളാണ് അവിടെ ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം. കാരണം പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം വേണമെങ്കിൽ കുടുംബകാര്യങ്ങളും മറ്റു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുതലായ ഒരുപാട് കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണമല്ലോ. അതുപോലെ പരിശുദ്ധാത്മാവെല്ലാം നിറയപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിന്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ വിവേകമുള്ളവരാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നടത്താനുള്ളതായിരിക്കുന്ന കഴിവ് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ 7 പേരെ അവർ തിരഞ്ഞെടുത്തു, അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാക്കി. പരാതി പറഞ്ഞതായിരിക്കുന്ന ആളുകൾ അവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അവരും മറ്റുള്ളവരും സഭയിലെ വിശ്വാസികൾ എല്ലാവരും കൂടെ 7 പേരെ തിരഞ്ഞെടുത്തു. രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 7 പേര് നോക്കിയാൽ യവന പേരുകളാണ് അവയെല്ലാം. എബ്രായ പേരുകൾ അവസാന എഴുതുന്ന രീതിയും യവന പേരുകളുടെ എഴുതുന്ന രീതിയും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ആ 7 പേരുകളും യവന എൻഡിങ് ആണെന്ന് പറയുന്നത്. യവന ഭാഷ ഗ്രീക്ക് ഭാഷയിലെ നൗൺ എൻഡിങ് ആണ് അതിനുള്ളത്, എബ്രായ ഭാഷയിലെ നൗൺ എൻഡിങ് അല്ല. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരാതി പറഞ്ഞ യവനന്മാരാണ്. അതുകൊണ്ട് എബ്രായ ആളുകളാണ് അവിടെ കൂടെ ഉള്ളത്, യെരൂശലേംകാരാണല്ലോ അവര്. അപ്പോ അവരും നോമിനേറ്റ് ചെയ്തതെല്ലാം യവനക്കാരെയാണ്. പരാതി അവർക്കാണല്ലോ ഉള്ളത്. അപ്പൊ ഇനിയും പരാതി ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ തന്നെ കാര്യം കൈകാര്യം ചെയ്യട്ടെ. ഞങ്ങൾക്ക് അതേക്കുറിച്ച് പരാതിയില്ല, അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അപ്പോൾ ഒരു പ്രായോഗികമായിരിക്കുന്ന ഒരു പാഠം ഇവിടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പരാതികൾ ഒഴിവാക്കണമെങ്കിൽ വിവേകത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം. ആ വിവേകത്തിൽ ഒന്ന്, ആർക്കാണോ പരാതികൾ ഉള്ളത് ആ പരാതികൾ ഇനി പറയാതിരിക്കത്തക്കവണ്ണം ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. പരാതി പറഞ്ഞ് യവനന്മാരെ കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അവർ പരാതി പറയുകയില്ലല്ലോ. എബ്രായർക്ക് ഒരു നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് എബ്രായരും പരാതി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോസ്തലന്മാർ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു: ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മേശയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത്. മിനിസ്ട്രിങ് ഓൺ ദ ടേബിൾസ്. മേശ എന്ന് പറയുന്നത് ബൈബിൾ മൊത്തമായിട്ട് പറയുമ്പോൾ ദൈവം തരുന്ന ഭൗതിക അനുഗ്രഹങ്ങളുടെ ഒരു ചിഹ്നമായിട്ടാണ് ഇരിക്കുന്നത്. 21-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുമ്പോൾ അവൻ എനിക്കൊരു മേശ ഒരുക്കുന്നു, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ആവശ്യമായിരിക്കുന്ന ഭൗതിക നന്മകളെല്ലാം ദൈവം തരുന്നു എന്ന നിലയിലാണ്. അവിടെ ആ മേശ എങ്ങനെയാണ്. അതുപോലെ നമ്മൾ കർത്തൃമേശ എന്ന് പറയാറുണ്ടല്ലോ, കർത്തൃമേശ, ലോർഡ്സ് ടേബിൾ എന്ന് പറയാറുണ്ട്. അപ്പവും വീഞ്ഞും കർത്താവിനെ ഓർക്കുവാനായിട്ട് പ്രധാനം ചെയ്യുന്ന 2 വസ്തുക്കൾ ഒരുക്കി വയ്ക്കുന്ന ആ ശുശ്രൂഷ, അത് പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. പിന്നെ പൊതുവെ തന്നെ പറയും they have prepared a very rich table എന്ന് പറയും. വളരെ സമ്പന്നമായ ഒരു മേശയാണ് അവർ ഒരുക്കിയത് എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമായ ആഹാരം മറ്റു കാര്യങ്ങളൊക്കെ അവരെ അങ്ങനെ ഒരുക്കി. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ പ്രധാനം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് അതെ മേശയിലെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പോസ്തലന്മാർ പറഞ്ഞത് ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിയും ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയില്ല. ഭൗതിക കാര്യങ്ങൾ ഡീക്കന്മാരായി തിരഞ്ഞെടുത്തവരെ കൈകാര്യം ചെയ്യുന്നത്. ആ സമയത്ത് യെരൂശലേം സഭയിൽ മൂപ്പന്മാരുണ്ടായിരുന്നില്ല. യെരൂശലേം സഭയിലെ മൂപ്പന്മാരെ കുറിച്ച് 10-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് ആദ്യമായി മൂപ്പന്മാരെന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗം യെരൂശലേമിലെ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ അത് പറയുമ്പോൾ അന്ത്യോക്യയിൽ നിന്ന്
ശേഖരിച്ചതായിരിക്കുന്ന ധനം യെരൂശലേമിൽ കൊണ്ടുവന്ന് മൂപ്പന്മാരുടെ കൈവശം കൊടുത്തു എന്നാണ്. അപ്പൊ 6-ാം അധ്യായത്തിൽ മൂപ്പന്മാരില്ലായിരുന്നു, പക്ഷെ 10-ാം അധ്യായത്തിലെ ആയപ്പോഴത്തേക്കും മൂപ്പന്മാർ വന്നു. അപ്പോ അങ്ങനെ മൂപ്പന്മാരെ ഒരുപക്ഷെ തിരഞ്ഞെടുക്കുവാനുള്ളതായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ അപ്പോസ്തലന്മാർ മിഷൻ പ്രവർത്തനവുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അപ്പോ 12 എന്നുള്ള സംഖ്യ 11 ഇവരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷ പ്രചരണത്തിന് വേണ്ടി പ്രധാനമായിട്ട് കടന്നുപോയി. അങ്ങനെ ഫുൾ ടൈമായിട്ട് അവരങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയില്ല, യെരൂശലേമിൽ വന്നും പോയി നിന്നു. കാരണം 15-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ വരുമ്പോൾ യെരൂശലേമിലെ കൗൺസിൽ അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ടായിരുന്നതായി നാം കാണും. അപ്പോൾ അവരിടയ്ക്കൊക്കെ പോകുമായിരുന്നെങ്കിൽ പൂർണ്ണമായി പോയില്ല. എന്നാൽ അപ്പോസ്തലന്മാർക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ വിചാരിക്കുന്നു വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയും ആ കാര്യങ്ങൾ നടത്തേണ്ടതിന് വേണ്ടി മൂപ്പന്മാരെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ക്രമീകരണമാണത്. അങ്ങനെ മൂപ്പന്മാർ, പിന്നെ അവരെ പറ്റി നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങള് ലേഖനങ്ങളിലാണ് ലഭിക്കുന്നത്. അത് യവന സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കുന്നത് സംബന്ധിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യഹൂദ സഭകളിലും മൂപ്പന്മാരെ ഉണ്ടായിരുന്നു എന്നാണല്ലോ 10-ാമത്തെ അധ്യായം കാണിക്കുന്നത്. അതുപോലെ മറ്റധ്യായങ്ങളിലും അതിനുള്ളതായിരിക്കുന്ന സൂചനയുണ്ട്. ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡീക്കന്മാരെ തിരഞ്ഞെടുത്തത് വാസ്തവത്തിൽ ഒരാവശ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോസ്തലന്മാര് ആ ശുശ്രൂഷ നടത്തിയപ്പോൾ ഒരു പരാതി ഉണ്ടായിരുന്നില്ല എങ്കിൽ, അത് വിജയകരമായിട്ട് അപ്പോസ്തലന്മാർ നടത്തിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഡീക്കന്മാരെന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ആ സന്ദർഭത്തിൽ തിരഞ്ഞെടുക്കില്ലായിരുന്നു. അവരെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുമായിരുന്നു. കാരണം ദൈവത്തിന്റെ ആലോചന അങ്ങനെയാണ്, സഭയ്ക്ക് മൂപ്പന്മാരും ഡീക്കന്മാരും വേണമെന്നാണ്. എന്നാൽ യെരൂശലേമിലെ സഭയിൽ ആ സമയത്ത് തിരഞ്ഞെടുത്തത് അപ്പോസ്തലന്മാരെ ഡീക്കൻ ശുശ്രൂഷ ചെയ്തതിൽ വന്നൊരു പരാജയം കൊണ്ടാണ്. അപ്പോ അപ്പോസ്തലന്മാർ തന്നെ അത് ചെയ്തതായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആകാം ചില സഭകളിലെ മൂപ്പന്മാരെ ഡീക്കൻ ശുശ്രൂഷ കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സഭ വളരെ ചെറുതാണ്, 6-7 കുടുംബങ്ങളെ ഉള്ളൂ. അപ്പോ അവരിൽ നിന്നും 2-3 പേരെ മൂപ്പന്മാരായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം കുടുംബങ്ങളില്ല, ആളുകളില്ല. അതുകൊണ്ട് അവർ തന്നെ അങ്ങ് ശുശ്രൂഷ ചെയ്യും. ഒരു നീഡ് ഓറിയന്റഡ് മിനിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. യെരൂശലേമിലെ സഭയിൽ മേശയിൽ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമായി വന്നു അതിനാളുകള്. അപ്പോൾ അതുപോലെയാണ് സഭയ്ക്കും. സഭയിലെ ഭൗതിക ശുശ്രൂഷകൾ യോഗ്യമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുകയോ നിയമിക്കുകയും ചെയ്യുന്നത് വളരെ ശരിയായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ രസകരമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യെരൂശലേമിൽ വിധവമാരുടെ സംരക്ഷണമാണ് സംബന്ധിച്ചാണ് പരാതി വന്നത്. വിധവമാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് പണം കൊടുക്കുക, ആഹാരം കൊടുക്കുക, അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുക മുതലായ കാര്യങ്ങളൊക്കെ വിധവമാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോസ്തലന്മാർ ചെയ്തപ്പോൾ അവിടെയാണ് പരാതി വന്നത്. എന്നാൽ വിധവമാരുടെ ശുശ്രൂഷ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുവാനായിട്ട് വാസ്തവത്തിൽ 7 സ്ത്രീകളെയല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം സ്ത്രീകളുടെ ഇടയിൽ പോയി, വിധവമാരുടെ സ്ത്രീകളല്ലേ, അവരുടെ ഇടയിൽ പോയി ശുശ്രൂഷയൊക്കെ ചെയ്യാനായിട്ട് 7 പുരുഷന്മാരെ എന്തിനാ തിരഞ്ഞെടുത്തത്? അതുകൊണ്ട് പൊതുവെ ചിന്തിക്കുന്നത് ഈ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തപ്പോ അതോടൊപ്പം 7 സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ്. അതൊരു കപ്പിൾ മിനിസ്ട്രി ആയിരുന്നു എന്നാണ്. അതുകൊണ്ടായിരിക്കാം 1 തിമോഥെയോസിലെ ഡീക്കന്മാരുടെ ശുശ്രൂഷകളെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഔവണ്ണം തന്നെ അവരുടെ ഭാര്യമാരും എന്ന് പറയുന്നത്. മൂപ്പന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ യോഗ്യതയെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഡീക്കന്മാരുടെ യോഗ്യതയെ കുറിച്ച് പറയുമ്പോൾ ഔവണ്ണം തന്നെ അവരുടെ ഭാര്യമാരും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും പുരുഷന്മാരെ കുറിച്ചാണ്, ഡീക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഔവണ്ണം അവരുടെ ഭാര്യമാരെ എന്നുള്ളത് നല്ല ട്രാൻസ്ലേഷനാണ്. ചില പരിഭാഷകളിൽ ഈവൻ സോ ദേ ആർ വിമൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ത്രീകളും അത് ഇവരുടെ ഭാര്യമാരെ കുറിച്ച്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കപ്പിൾ മിനിസ്ട്രിയാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല, പുരുഷന്മാരും ഭാര്യമാരും ചേർന്ന് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. അത് കോമൺ സെൻസ് ആണല്ലോ. നമുക്കറിയാം ഡീക്കന്മാരെ മേശയിലാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ ഭാര്യമാരുടെ സഹായം കൂടാതെ ആഹാരം ചെയ്യാനും കൂട്ടായ്മ യോഗങ്ങൾ നടത്താനും ഒക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. സഹോദരിമാരുടെ സഹായം അവർക്ക് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറയും ഡീക്കൻ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ത്യാഗപൂർണമായ ശുശ്രൂഷ, ത്യാഗങ്ങൾ ആവശ്യമായ ശുശ്രൂഷയാണ്.
നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു വീട്ടിലെ കാര്യങ്ങൾ തന്നെ നടത്തണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഒരു സഭയുടെ ഭൗതിക കാര്യങ്ങളിലൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അത് പലപ്പോഴും രോഗികളായിട്ടുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ കാണും, അവരെ ശുശ്രൂഷിക്കാൻ പോകണം. അത് മീറ്റിങ്ങുകൾ, കൺവെൻഷൻസ്, ക്യാമ്പുകൾ, അതിനൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ പോകണം. വിസിറ്റേഴ്സ് വന്നാൽ അവരെ സ്വീകരിക്കാൻ പോകണം, അവരെ താമസിപ്പിക്കണം, അവർക്ക് ആഹാര കാര്യങ്ങൾ കൊടുക്കണം. ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു ശുശ്രൂഷ, രാവും പകലും ജോലി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. മൂപ്പന്മാരുടെ ശുശ്രൂഷ അങ്ങനെ തന്നെയാണ്. എങ്കിലും അവിടെ ശാരീരികമായിരിക്കുന്ന ഡിമെൻഷൻ വരുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ധാരാളമായിട്ട് അത് വരും. മുഷിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ശുശ്രൂഷ. നന്മ ചെയ്യുന്നത് മുഷിഞ്ഞു പോകരുത് എന്ന് പൗലോസ് പറഞ്ഞത് ഇവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്മ ചെയ്യുന്നത് മുഷിഞ്ഞു പോകരുത്. കാരണം മുഷിഞ്ഞു പോകാനായിട്ട് കഴിയും. നമുക്കറിയാം, വീട്ടിൽ എന്നും വിരുന്നുകാരാണെങ്കിൽ ആളുകളാണ് എന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ രണ്ടുപേര് വന്നതേ ഉള്ളൂ, അവരെ കൊണ്ട് പോയതേ ഉള്ളൂ, അപ്പോൾ തന്നെ 3 പേര് കയറി വരും. അത് സഭയുള്ള ബന്ധത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലും ഒക്കെ ആണെന്ന് പറഞ്ഞാലും അങ്ങനെ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ആളുകളെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നാം ക്ഷീണിച്ചു പോകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ ഡീക്കൻ ശുശ്രൂഷയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വശമുണ്ട്. ധാരാളം ശുശ്രൂഷ ചെയ്യേണ്ടത് കൊണ്ട് ശുശ്രൂഷയിൽ കുഴഞ്ഞു പോയി എന്നൊക്കെ പറയാനായിട്ട് കഴിയും. ശുശ്രൂഷയിൽ കുഴഞ്ഞു പോയി, ശുശ്രൂഷയിൽ കുഴയാൻ പാടില്ല. അതുപോലെ ഡീക്കൻ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് അത് പരിശോധനയ്ക്ക് വിധേയമായ ഒരു ശുശ്രൂഷയാണ്. 1 Timotheus 3:10 അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നാണ്. മൂപ്പന്മാർ ഈ സഭയുടെ കാശുമൊക്കെ കൈകാര്യം ചെയ്യുന്നവരല്ലേ. ഒരു പരിശോധന വളരെ ആവശ്യമാണ്. പണം കൈകാര്യം ചെയ്യുന്നതിലാണല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. സഭയിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇൻകം വളരെ ഉള്ളതായിരിക്കുന്ന സഭകളാണെങ്കിൽ ഒരുപാട് കാശ്, ലക്ഷക്കണക്കിന് കാശ് വരികയും ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് മിഷണറി സപ്പോർട്ടുകളും മറ്റാവശ്യങ്ങളും കെട്ടിടം പണിയും ഒക്കെയുള്ള സഭകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ചെലവുകൾ ചെയ്യും. അങ്ങനെ വരുന്നതായിരിക്കുന്ന സന്ദർഭത്തിൽ പരിശോധിക്കപ്പെടാത്തതായിരിക്കുന്ന ആളുകളെ ഈ പണമില്ലാതെ ഏൽപ്പിക്കാൻ ഒക്കും. പറയാറുണ്ട്, ഈ പണത്തിന് ഒരു ബലഹീനതയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ കയ്യേൽ ഒട്ടിപ്പിടിക്കുമെന്ന്. അങ്ങനെ കയ്യേൽ പണം ഒട്ടിപ്പിടിക്കാത്ത ആളുകൾ വേണം ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവരെ പരിശോധിക്കണമെന്നാണ്. അവരെ പരിശോധിച്ച് വിശ്വസ്തരെന്ന് കണ്ടാൽ അവരെ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നാണ്. ഒരു പരിശോധന ആവശ്യമാണ്. എത്ര കാലത്തേക്കെന്ന് ചോദിച്ചാൽ ഡീക്കന്മാരെ നിയമിച്ചതിന് ശേഷം പരിശോധിക്കണോ അതോ ആദ്യം പരിശോധിച്ചിട്ട് ഡീക്കന്മാരെ നിയമിക്കണോ? ഞാൻ പറയുന്ന ഡീക്കന്മാരല്ലാതിരിക്കുന്ന സമയങ്ങളിൽ സഭയിലെ സഹോദരന്മാരെ വ്യത്യസ്ത ശുശ്രൂഷകൾ ഏൽപ്പിക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ ഏൽപ്പിച്ച് പരിശോധിക്കുകയും ചെയ്തിട്ട് അവർ വിശ്വസ്തരാണെന്ന് കണ്ടാൽ മാത്രമേ അവരെ ഡീക്കന്മാരായി തിരഞ്ഞെടുക്കാവൂ. അതുപോലെ തന്നെയാണ് ഈ ഡീക്കൻ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ഡെലഗേറ്റഡ് ശുശ്രൂഷയാണ്, നിയുക്ത ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാർ ചെയ്തതായിരിക്കുന്ന ശുശ്രൂഷ അപ്പോസ്തലന്മാർ അവരെ ഏൽപ്പിച്ചു, 7 പേരെ ഏൽപ്പിച്ച് അവരത് ചെയ്തു. അതുപോലെ തന്നെയാണ് ചില സഭയിലെ മൂപ്പന്മാർ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയാണ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഏൽപ്പിക്കുന്നത്. ഇനിയും അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇത് ആളുകളെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, സഭയിലെ വിശ്വാസികൾ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. വിശ്വാസികൾ ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷയാണിത്. ആ ശുശ്രൂഷ അവർ തിരഞ്ഞെടുത്തതായിരിക്കുന്നില്ല പ്രസിദ്ധകളെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഡീക്കന്മാർക്ക് സഭയുടെ മേൽ അധികാരമില്ല. ഡെലിഗേറ്റഡ് മിനിസ്ട്രിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡെലിഗേറ്റ് ചെയ്യുന്ന ആളിന് തന്നെയാണ് അധികാരമുള്ളത്, ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ആളിന് അധികാരമില്ല. അതുകൊണ്ട് വലിയ അധികാരമില്ലാത്ത ഒരു ശുശ്രൂഷയാണ് ഡീക്കൻ ശുശ്രൂഷ എന്ന് ഞാൻ പറയട്ടെ. എങ്കിലും അവരെ ഏൽപ്പിച്ച് ജോലി ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്, പക്ഷേ സഭയുടെ മേൽ ഭരിക്കാനുള്ളതായിരിക്കുന്ന അവകാശം അവർക്കില്ല. അതുപോലെ ബൈബിൾ പറയുന്നത് പ്രതിഫലമുള്ള ശുശ്രൂഷയാണ്. 1 Timotheus 3:13 പറയുന്നത് നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നുവെന്നാണ്. നന്നായിട്ട് ശുശ്രൂഷ ചെയ്താൽ നല്ല നിലയും പ്രാഗൽഭ്യവും. അപ്പൊ ഈ നല്ല നിലയെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ചിലരെങ്കിലും കൊടുക്കുന്ന വ്യാഖ്യാനം ശരിയായ വ്യാഖ്യാനം വിചാരിക്കുന്നു. നന്നായിട്ട് ഡീക്കൻ ശുശ്രൂഷ ചെയ്താൽ മൂപ്പന്മാരായി നിയമിക്കപ്പെടാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. നിയമിക്കപ്പെടാൻ നിർബന്ധമില്ല, കാരണം മൂപ്പന്മാർക്ക് പറഞ്ഞിട്ടുള്ള യോഗ്യതകളെല്ലാം ഇവർക്കുണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് നിയമിക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ മൂപ്പന്മാർക്ക് പറഞ്ഞിട്ടുള്ള യോഗ്യതകളുള്ള ഡീക്കന്മാരാണെങ്കിൽ നന്നായി ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറച്ചു കാലം കഴിഞ്ഞ ശേഷം മൂപ്പന്മാരെ നിയമിക്കാം എന്ന് കരുതുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഡീക്കന്മാരെന്ന് പറഞ്ഞാൽ ജൂനിയർ മൂപ്പന്മാരാണ്. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. ഏതായാലും അത് വളരെ പ്രയോജനവും ഉയർന്ന
നിലവാരം സമ്പാദിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് എന്ന് ഞാൻ പറയട്ടെ. എന്താണ് ഈ ഡീക്കന്മാര് ചെയ്യേണ്ടതായിരിക്കുന്ന ശുശ്രൂഷകള്? അതൊരു വളരെ വലിയ കാര്യമാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അവർക്ക് ഒരു സഭയുടെ ഭൗതിക കാര്യങ്ങൾ മുഴുവനും അവരാണല്ലോ ചെയ്യേണ്ടത്. ഭൗതിക കാര്യങ്ങൾ മുഴുവനും അവരുടെ ശുശ്രൂഷയെ പറ്റി മൊത്തത്തിൽ പറയുമ്പോൾ മേശകളിൽ ശുശ്രൂഷിക്കുക എന്നാണ്. ടു സെർവ് ഓൺ ദ ടേബിൾസ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അവർ മേശകളിൽ ശുശ്രൂഷിക്കേണ്ടത്. ഒരു മേശ റെപ്രസെന്റ് ചെയ്യുന്നത് ഭൗതികമായ കാര്യങ്ങളെയാണ്. ഒരു സഭയുടെ ഭൗതികമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അത് ഡീക്കന്മാരാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്ന തിരുവത്താഴത്തിന്റെ എലമെന്റ്സ്, അപ്പവും വീഞ്ഞും ഒരുക്കിക്കൊണ്ട് മേശയിൽ വയ്ക്കുന്നത് മുതൽ ഉൾപ്പെടെ മറ്റു കാര്യങ്ങള്, ഫെലോഷിപ്പ് ഡിന്നറ്, സഭകളിലെ കൂട്ടായ്മ ആഹാരമുണ്ട് ഉച്ചയ്ക്ക്, അത് സ്പെഷ്യൽ ഒക്കേഷൻസ്, സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ടല്ലോ, എല്ലാ സഭകൾക്കും ഉണ്ട്. ക്യാമ്പുകൾ വന്നാൽ ക്യാമ്പിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുക, ക്യാമ്പിന്റെ പണം കൈകാര്യം ചെയ്യുക, ക്യാമ്പിന്റെ ആഹാര കാര്യങ്ങൾ നോക്കുക, ക്യാമ്പ് നടത്തേണ്ട സ്ഥലം ക്രമീകരിക്കുക, ക്യാമ്പിൽ പ്രസംഗിക്കാനായിട്ട് വിളിക്കപ്പെടുന്ന ദൈവദാസന്മാർക്ക് ഓണറേറിയം കൊടുക്കുക, അവരെ സൽക്കരിക്കുക, ശുശ്രൂഷിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡീക്കന്മാരാണ്. വലിയ ശുശ്രൂഷയാണ് അവർക്കുള്ളത്. അത് വളരെ മനസ്സോടുകൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നെ വളരെ ടച്ച് ചെയ്ത ഒരു കാര്യം, ഞാൻ ഈ ബക്സിംഗ് ഉള്ളതായിരിക്കുന്ന കാലത്ത് ഞാൻ ആന്ധ്രയിലെ പല സഭകളിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. ബക്സിംഗ് വിളിച്ചിട്ടല്ല പോയത്, ബക്സിങ്ങിന്റെ സഹപ്രവർത്തകർ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ പോയിട്ടുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങളില് ഹെബ്രോനിലാണ് താമസിക്കുന്നത്. ഹെബ്രോനിലാണ് ബക്സിംഗ് താമസിക്കുന്നത്. അവരുടെ വലിയൊരു കോമ്പൗണ്ടാണ് ഹെബ്രോൻ എന്ന് പറയുന്നത്. ഒരു 10,000 പേർക്ക് ഇരിക്കാവുന്നതായിരിക്കുന്ന ഓഡിറ്റോറിയം, അതിനനുബന്ധമായ എല്ലാ സംരംഭങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ചെന്നാൽ ഉടനെ താമസിക്കാനായിട്ട് ഒരു മുറി നമുക്ക് തരും. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ വരുന്നത് ദൈവദാസന്മാരാണ്, ലോഡ് സർവൻസ് എന്ന ട്രെയിനീസാണ്. പരിശീലനത്തിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അവർ വരും, നമ്മളെ സ്വീകരിക്കും, അവരെ കൊണ്ടുപോകും, ഒരു മുറിയിലാക്കും. അതിനുശേഷം നമ്മൾ പോരുന്നത് വരെയും നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട് ഒരു ദൈവദാസൻ അവിടെ. അത് ആ ഡോറിന് വെളിയിൽ ഒരു കസേര ഇട്ടിട്ട് അദ്ദേഹം ആ കസേരയിലിരിക്കും. ഞാനൊന്ന് തുമ്മിയാൽ ഉടനെ ഇരുന്ന്, ചുമച്ചാൽ ഉടനെ അവർ കയറി വരും. എന്താ ബ്രദറെ ചുമയ്ക്കുന്നു? കാപ്പി വേണോ? ചായ വേണോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരണോ? എന്ത് കാര്യങ്ങൾക്കും അങ്ങനെ. എന്നാൽ ഉടനെ അവർ ഷൂ എല്ലാം പോളിഷ് ചെയ്ത് വൃത്തിയാക്കി തരും. ഡ്രസ്സുണ്ടോ ബ്രദറെ എന്ന് ചോദിക്കും, അലക്കാൻ. അത് യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാണെങ്കിൽ ആ വസ്ത്രം എല്ലാവരും മാറ്റി അലക്കി തേച്ച് കൊണ്ടുവന്ന് തരും. അതുപോലെ ആഹാര സമയത്ത് ആഹാരം ഡൈനിങ് ഹാളിൽ പോയി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുറിയിൽ ആഹാരം കൊണ്ടുതരും. അപ്പോ അവരുടെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് വലിയ ശുശ്രൂഷയാണ്. എന്നെ അതിശയിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ദൈവദാസനെ ശുശ്രൂഷിക്കാനായിട്ട് ആളുകൾ അങ്ങനെ മനസ്സായി എന്ന് പറയുന്നതൊക്കെ വളരെ. അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു കാര്യം അതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ട്രെയിനിങ്. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാനാണ് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാനൊക്കെ പിന്നെ പഠിപ്പിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. ഞാനിവിടെ ട്രെയിൻ ചെയ്തപ്പോൾ അത് ചെയ്തില്ലെന്നൊരു കുറ്റബോധം എനിക്ക് ചിലപ്പോഴൊക്കെയും ഉണ്ട്. അങ്ങനെ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാനൊന്നും അങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല. ഇവിടെ വരുന്ന ടീച്ചേഴ്സിനെ പോലും ആന്തരികം ശുശ്രൂഷിക്കാനൊന്നും പഠിപ്പിച്ചിരുന്നില്ല. നമ്മുടെ ഇടയിൽ എല്ലാവരും ഒരുപോലെയാണ്. ടീച്ചേഴ്സ് ഓരോരോ ആഹാരം എടുത്ത് കഴിക്കുന്ന എല്ലാവരും കഴിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ലോഡ് സർവൻസും എല്ലാത്തവരുമായിട്ട് ഉണ്ടാക്കിയിരുന്നില്ലെങ്കിലും ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ അത് ട്രെയിൻ ചെയ്തിരുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതുപോലെ സാമ്പത്തികം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാന ജോലിയാണ്. സ്തോത്രാഴ്ചപ്പണം എണ്ണുകയും സൂക്ഷിക്കുകയും, അത് ബാങ്കിലിടേണ്ടത് ബാങ്കിലിടുകയും, കയ്യിൽ വെക്കേണ്ടത് കയ്യിൽ വെക്കുകയും ഒക്കെ ചെയ്യുക. മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുക. ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ട ഓണറേറിയം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ വാങ്ങുക. ഇതെല്ലാം ഡീക്കന്മാരാണ് ചെയ്തത്. സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്ന ഡീക്കന്മാരാണ്. നമ്മുടെയൊക്കെ സഭകളിൽ കാര്യമായിട്ടൊന്നുമില്ല. വേറെ ചില സഭകളിലെ ഒരാഴ്ച തന്നെ 2-3 ലക്ഷം രൂപയാണ്, 4-5 ലക്ഷം രൂപയാണ് സ്തോത്രാഴ്ച വരുന്നത്. അത് മുഴുവനും കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഈ ഡീക്കന്മാരുടെ ജോലിയാണ്, ഭാരിച്ച ജോലിയാണ്. ഞായറാഴ്ച വരുന്ന എണ്ണി തിട്ടപ്പെടുത്തുക, തിങ്കളാഴ്ച തന്നെ അതുകൊണ്ട് ബാങ്കിലിടുക, കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുക. വലിയ ഉത്തരവാദിത്വമാണ്. നല്ല ഡീക്കന്മാരുള്ള സഭകൾക്ക് മാത്രമേ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകാറുള്ളൂ. നല്ല ഡീക്കന്മാരില്ലാത്തത് എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്.
കാരണം ഡീക്കന്മാർ ഈ കൈകാര്യം ചെയ്യുക മാത്രമല്ല, സഭയെ അതാത് സമയങ്ങളിൽ അറിയിക്കുക. സഭയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടല്ലോ, എല്ലാ സഭയ്ക്കും ബഡ്ജറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സഭയ്ക്ക് ബഡ്ജറ്റ് വേണം. ജനുവരി 1-ാം തീയതി ആ വർഷത്തെ ബഡ്ജറ്റ് സഭ ഉണ്ടാക്കണം. അത് സഭ ഡീക്കന്മാരെ സഭയിൽ അവതരിപ്പിച്ചത് പാസ്സാക്കണം. ബഡ്ജറ്റിൽ എന്താണ് ഈ വർഷം നമുക്ക് ഇത്ര ലക്ഷം രൂപയുടെ ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചെലവ് ബഡ്ജറ്റ് നോക്കിയപ്പോൾ ഇത്ര ലക്ഷം രൂപയുണ്ട്. അത് ഓരോ മാസവും എത്ര വന്നു, ഇനി എത്ര കൂടെ വരാനുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സഭയെ അറിയിക്കുന്നത് ഡീക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. സാധാരണ പറയാനുള്ള മാസത്തിലൊരിക്കൽ അത് പറയണം. ചില സഭകളിൽ എല്ലാ ആഴ്ചയും അറിയിക്കും. എനിക്കറിയാവുന്ന ചില ആഴ്ചകളുണ്ട്, അവിടെ സഭകളുണ്ട്. അവിടെയാണെങ്കിൽ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇടവേളയിൽ അവർ കാശെണ്ണ എണ്ണിയിട്ട് ഉച്ച കഴിഞ്ഞുള്ളതായിരിക്കുന്ന മീറ്റിങ്ങിൽ ബോർഡിൽ അവർ കുറിക്കും, ഇന്നത്തെ സ്തോത്ര കാഴ്ച 4555 രൂപ ഇത്ര പൈസ എന്നവർ കുറിക്കും. വേറെ ചിലയിടത്താണെങ്കിൽ അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ച അനൗൺസ്മെന്റിന്റെ സമയത്ത് കഴിഞ്ഞ ആഴ്ചത്തെ വരവ് ഇത്ര രൂപ എന്ന് പറയും. അത് സഭയ്ക്ക് അറിയാനുള്ളതായിരിക്കുന്ന അനുവാദം ആവശ്യമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. അതനുസരിച്ചാണ് പിന്നെ ആളുകൾ സ്തോത്രാഴ്ച ഇടുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച സഭയുടെ വരവ് ഇത്രയാണ്, സഭയുടെ ചെലവ് ഇത്രയാണ്, സഭയുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇത്ര രൂപ കിട്ടേണ്ടതായിരുന്നു, അത്രയും കിട്ടിയില്ല. ഇതൊക്കെ പറയാനുള്ള ഉത്തരവാദിത്വം സഭയുടെ ഡീക്കന്മാർക്ക് ഉണ്ട്. പക്ഷേ പലയിടത്തും അതൊന്നും പറയാറില്ല. എന്തിന് കണക്ക് പോലും ശരിക്കും എഴുതുകയോ ഓഡിറ്റ് ചെയ്യുകയോ നോട്ടീസ് ബോർഡിൽ എഴുതുകയോ ഒന്നും ചെയ്യാറില്ല. മാസത്തിൽ ഒരിക്കൽ ആ മാസത്തെ വരവിനെ കുറിച്ച് 3 മാസം കൂടുമ്പോൾ ട്രൈമന്ത്ലി, 6 മാസം കൂടുമ്പോൾ 6 മന്ത്, ഹാഫ് ഇയർലി ഇൻകത്തെ കുറിച്ചൊക്കെ സഭയോട് പറയേണ്ടത് ആവശ്യമാണ്. അതൊന്നും പറയാത്തതായിരിക്കുന്ന സഭകളുണ്ട്. ഉത്തരവാദിത്വം ഇല്ലാത്തതായിരിക്കുന്ന ഡീക്കന്മാരൊക്കെ ഡീക്കന്മാരാക്കി എന്നുള്ളതല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും സഭയോട് ഇല്ലാത്തതായിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സഭയ്ക്കൊരു ലയബിലിറ്റി ആണെന്ന് ഞാൻ പറയും. സഭയ്ക്കൊരു ബാധകമാണ് അവർക്ക്. അതുപോലെ മൂപ്പന്മാരെ സാമ്പത്തികമായി ആദരിക്കുക എന്ന് പറയുന്നത് ഡീക്കന്മാരെ സഭയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ സഭ മൊത്തമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. പണം കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന ഡീക്കന്മാരാണ് അക്കാര്യം ചെയ്യേണ്ടത്. അവരത് സത്യസന്ധമായിട്ട് ചെയ്യണം. എത്ര രൂപയാണ് മൂപ്പന്മാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ സഭയാണ് തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ നല്ല സഭകളിൽ ഡിസംബർ മാസത്തിലെ ലാസ്റ്റ് മീറ്റിങ്ങിന് മുമ്പ് ഡീക്കന്മാർ ചേർന്ന് അതേക്കുറിച്ച് ചർച്ച ചെയ്ത് അവര് മെൻസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ മൂപ്പന്മാർക്ക് കൊടുത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ വർഷം നമുക്ക് എന്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർ പറയും, നമുക്ക് മാസം മൂപ്പന്മാർക്ക് ഇത്ര രൂപ ഇത് കൊടുക്കണം. അത് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ അവര് തന്നെ നിശ്ചയിക്കും. കാരണം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ ആ യോഗ്യന്മാരായി എണ്ണമെന്ന്. എന്നിട്ട് പറഞ്ഞു, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തെ യോഗ്യരായി എണ്ണം എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർക്ക് സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ അതിനൊരു കാറ്റഗറി ഉണ്ട്, അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർക്ക് കൊടുക്കുന്നതിന്റെ ഏതാണ്ട് ഇരട്ടി വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർക്ക് കൊടുക്കും. എല്ലാ മൂപ്പന്മാർക്കും 500 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ വചനം നന്നായി പഠിപ്പിക്കുകയും ഉപദേശം നന്നായി പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് 1000 രൂപ കൊടുക്കും. നന്നായി ഭരിക്കുകയും നന്നായി വചനം പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 1500 രൂപ കൊടുക്കും. കാരണം 2 ഭാഗത്തുനിന്ന് ഓർക്കും. അപ്പോ ഈ നന്നായി ഭരിക്കുന്നവരെ നന്നായി വചനം പഠിച്ച അവർക്ക് മൂപ്പന്മാർക്ക് പൊതുവെ കൊടുക്കേണ്ട ഒരു തുക നിശ്ചയിച്ചിട്ട് ആളുകൾ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് സാധാരണ പറയുന്നത്. ചോദിച്ചാൽ നന്നായിട്ട് ഉപദേശം പഠിപ്പിക്കുന്നോ വചനം പഠിപ്പിക്കുന്നോ എന്ന് വിലയിരുത്തേണ്ടത് ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മൂപ്പന്മാരുടെ ശുശ്രൂഷകൾ പ്രയോജനകരമാണ്, തൃപ്തിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഭാഗം ഡെസിഗ്നേറ്റഡ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ വചന ശുശ്രൂഷ വളരെ നിങ്ങളെ ടച്ച് ചെയ്തു, നിങ്ങൾക്കത് പ്രയോജനമായിരുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച സ്തോത്രാഴ്ച ഇടുമ്പോൾ നിങ്ങൾ 100 രൂപയാണ് ഇടുന്നെങ്കിൽ അതിലെ 25 രൂപ ആ നന്നായി വചനം സംസാരിച്ചാൽ എൽഡറിന് ഡെസിഗ്നേറ്റ് ചെയ്തിടാം. ബാക്കി തുക സഭയുടെ മറ്റ് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടാവുന്ന. അപ്പോൾ അങ്ങനെ 2 വിധത്തിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടും DG ആയിട്ടും ജനറലായിട്ടും അങ്ങനെയൊക്കെ മൂപ്പന്മാർക്ക് കൊടുക്കും. ഏതായാലും മൂപ്പന്മാർക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ബൈബിൾ ഇങ്ങനെ ഒരു മാനദണ്ഡമാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായി ഭരിക്കുന്നവരും നന്നായി
ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കുന്നവർ, അവരെ അവരുടെ ശുശ്രൂഷയ്ക്ക് തക്കവണ്ണം മാനിക്കുന്ന വിധത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡീക്കന്മാര് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സഭയ്ക്ക് അവർ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇതൊക്കെ ഡീക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ സ്വതരാജ്യപ്പണം എണ്ണി കണക്കെഴുതുക മാത്രമല്ല ഡീക്കന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. വലിയ ഉത്തരവാദിത്വം ഉള്ളതായിരിക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കേണ്ടത്. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ഡീക്കന്മാരാണ്. മേശയിൽ ശുശ്രൂഷിക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണ് അപ്പം തയ്യാറാക്കുക, വീഞ്ഞ് തയ്യാറാക്കുക, അതുകൊണ്ടൊന്ന് യോഗ്യമായി വെക്കുക, അത് പകർന്നു കൊടുക്കാനുള്ള പാത്രങ്ങളെ ക്രമീകരിക്കുക. ഇതെല്ലാം ഡീക്കന്മാരാണ് ചെയ്യേണ്ടത്. അത് ഡീക്കന്മാർ മാറി മാറി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. അല്ലെ ഒരു വർഷത്തേക്ക്, ഒരു മാസത്തേക്ക് ഒരു ഡീക്കനെ ഏൽപ്പിക്കാം. ഭംഗിയായി വൃത്തിയായി കാര്യങ്ങളെ പാചകം ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. അപ്പമൊക്കെ ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരുടെ അപ്പം കൊണ്ടുവച്ചാൽ അത് ചപ്പാത്തിയാണ് എങ്കിൽ അത് മുറിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. ഉണങ്ങി യാതൊരു ഭക്ഷിക്കാനും പ്രയാസമാണ്, മുറിക്കാനും പ്രയാസമാണ്. ഒരുപക്ഷെ ആ ഡീക്കന്റെ ഭാര്യയ്ക്ക് അതുണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ഏതായാലും അങ്ങനെ ചില സ്ഥലങ്ങളിൽ ബ്രെഡ് വാങ്ങുന്നതാണ്, വാങ്ങുന്നതിന് തെറ്റില്ല. പക്ഷേ പലയിടത്തും ഈ ബണ്ണ് വാങ്ങിക്കൊണ്ട് വെക്കും, അതിൻ്റെ അകത്ത് ഈ പപ്പായയുടെ കഷ്ണമൊക്കെ വരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ പപ്പായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സുലഭമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ബണ്ണുകളൊന്നും കൊണ്ടുവെക്കരുത്. ഞാൻ കഴിഞ്ഞ ഈ അടുത്ത സമയത്ത് ഒരു സർവേയിൽ ചെന്നപ്പോൾ ഒരു ബണ്ണായിരുന്നു. ഞാൻ മുറിച്ച ബണ്ണിൽ ഒരു കഷ്ണം പപ്പായ കിട്ടി, ചുവന്ന കളറോട് കൂടി ഒരു കഷ്ണം പപ്പായ കിട്ടി. എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. ആ പപ്പായ കഴിക്കണോ കളയണോ? കളഞ്ഞതാരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമായി വരുമല്ലോ. കഴിക്കാൻ എനിക്ക് അങ്ങോട്ട് സന്തോഷം തോന്നിയില്ല. കാരണം കർത്താവിന്റെ ശരീരത്തെ പ്രധാനം ചെയ്യുന്നത് അപ്പമാണ്. അപ്പത്തിൽ എന്ത് ചേർക്കണം? ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉത്തരവാദിത്വബോധം ഇല്ലാതെ ചെയ്യരുത്. ചിലപ്പോൾ ഉണക്ക മുന്തിരിങ്ങ കിട്ടും, ചിലപ്പോൾ ഇത് കിട്ടും. അതുപോലെ വീഞ്ഞ് ഉണ്ടാക്കുന്നതിൽ ചിലടത്തെ കർത്താവിന്റെ മരണ സമയത്ത് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും രക്തത്തേക്കാൾ കൂടുതൽ വെള്ളമായി പോയാൽ ശരിയാവില്ല. ചിലടത്ത് അല്പം മുന്തിരിച്ചാർ ഒഴിച്ചിട്ട് മുഴുവൻ വെള്ളമാക്കും. എന്തിനാണ്? കാശിന്റെ ലാഭിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയല്ല. ഇത് ബ്ലഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു അതിന്റെ നിറത്തിലും അതിന്റെ ഒരു കോൺസെൻട്രേഷനിലും ഒക്കെ അത് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഡീക്കന്മാർക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോ മേശയിലെ ക്രമീകരണങ്ങൾ ചെയ്യുക. ആരാണ് അപ്പവും വീഞ്ഞും എടുത്തു കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ദൈവവചനം പറയുന്നില്ല. നാം നുറുക്കുന്ന അപ്പമെന്നും ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാണ്. എന്നിട്ട് പറഞ്ഞു, നാം നുറുക്കുന്ന അപ്പം നാം അനുഗ്രഹിക്കുന്ന പാനപാത്രം. അത് നാം എന്ന് പറഞ്ഞത് അവിടെയുള്ള എല്ലാ വിശ്വാസികളും ഉൾപ്പെടെയാണ്. അതുകൊണ്ട് അപ്പം നുറുക്കാനും വീഞ്ഞെടുത്തു കൊടുക്കാനും ആരെയും പ്രത്യേകം അധികാരപ്പെടുത്തിയിട്ടില്ല. മൂപ്പന്മാർ ചെയ്യണമെന്നോ ദീക്കന്മാർ ചെയ്യണമെന്നോ ഇല്ല. എങ്കിലും മേശ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രയോഗത്തിൽ ഇത് കൂടെ വരുന്നില്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ബാപ്റ്റിസ്റ്റ് സഭകളില് അതുപോലെയുള്ള ബൈബിൾ ചർച്ചുകളിലൊക്കെ ഡീക്കന്മാരാണ് തിരുവത്താഴം എടുത്തു കൊടുക്കുന്നത്. അവിടെ പാസ്റ്റർമാരല്ല, ഡീക്കന്മാരാണ്. മേശ ശുശ്രൂഷിക്കുന്ന ജോലി അവരുടേതാണ്. നമ്മുടെ ഇടയിൽ ചിലടത്തൊക്കെ മൂപ്പന്മാർ തന്നെ ചെയ്യത്തുള്ളൂ, വേറെ ആരും ചെയ്യില്ല. വേറെ ചിലടത്ത് ഓരോ സഹോദരന്മാർ മാറി മാറി ചെയ്യും. അങ്ങനെ ഓരോ സഹോദരന്മാർ മാറി മാറി ചെയ്യേണ്ട ശുശ്രൂഷയാണോ അതോ അത് ഡീക്കന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയാണോ? വചനത്തിൽ അങ്ങനെ വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നിട്ടില്ലാത്തതുകൊണ്ട് യോഗ്യമായി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. യോഗ്യമായി ചെയ്യുക. യോഗ്യമായി ചെയ്യുന്നതിൽ തിരികെ പ്രായം കുറഞ്ഞ സൗരന്മാരൊക്കെ ചെയ്യാത്തത് നല്ലത്. ഉപദേശപരമായിട്ട് അവർ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും പ്രായോഗികമായി, കാരണം സമുദായങ്ങളിലൊക്കെ പുരോഹിതന്മാർ ചെയ്യുന്നതായിരിക്കും ശുശ്രൂഷയാണ്. ചില സന്ദർഭങ്ങളിൽ സമുദായസ്ഥരായ ചില ആളുകൾ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങളുടെ ഈ കുർബാനയൊക്കെ വളരെ ലാഘവത്തോട് ചെയ്യുന്നത്, പിള്ളേരൊക്കെ ആണെങ്കിലും എടുത്തു കൊടുത്തത് എന്നൊക്കെ അവർ കമന്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. അതൊന്നും അവർക്ക് വലിയ തൃപ്തിയായിട്ടില്ല. ആളുകൾ തിരിച്ചു വരാൻ അത് തടസ്സമായിട്ട് വരും. നമുക്ക് അവരെ ഉടനെ ഉപദേശമൊന്നും പഠിപ്പിക്കാനായിട്ട് ഇത് സഭയ്ക്ക് നൽകിയതാണ്, അതുകൊണ്ട് ആര് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. അതുകൊണ്ട് അത് യോഗ്യമായി ചെയ്യുക, ചന്തമായി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക. സ്നാനപ്പെടുത്താൻ ഡീക്കന്മാരാകണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്നാനം നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക. ഇപ്പോൾ ബാപ്റ്റിസ്റ്റുകളിടത്താണെങ്കിൽ ബാപ്റ്റിസ്റ്റ് റെഡിയാക്കുക, വെള്ളം നിറയ്ക്കുക മുതലായ കാര്യങ്ങൾ. ഇനി അങ്ങനെ ഇല്ലാത്തിടത്താണെങ്കിൽ അടുത്തുള്ള സഭകളിൽ എവിടെയെങ്കിലും ബാപ്റ്റിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്രമീകരിക്കുക. ഇനി അതില്ല, പബ്ലിക് പൊതുസ്ഥലത്താണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇക്കാര്യങ്ങൾ പൊതുസ്ഥലത്ത് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് പൊതുവെ ചിന്തിക്കാറുണ്ട്. കാരണം
ക്രിസ്തീയ വിരോധികളായിട്ടുള്ള ആളുകളൊക്കെ ശല്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയും നിങ്ങൾക്ക് മാംസം വെക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പഞ്ചായത്ത് കുളം നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യണം. ഏതായാലും അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഡീക്കന്മാരുടെ ജോലിയാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോ ചിലടത്ത് മൂപ്പന്മാർ തന്നെ ഓടി തുറന്ന് ചെയ്യണം, വേറെ ചിലടത്ത് ഏതെങ്കിലും സൗരന്മാരെ ഏൽപ്പിക്കും. അങ്ങനെ കുഴപ്പമില്ല, ഏൽപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. യോഗ്യമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ സ്നാന ശുശ്രൂഷ എപ്പോഴാണ് എന്നുള്ളത് ഡീക്കന്മാരല്ല നിശ്ചയിക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് മൂപ്പന്മാർ നിശ്ചയിക്കുന്നത് നല്ലതാണ്. ഞായറാഴ്ച രാവിലെ വേണോ, ശനിയാഴ്ച വൈകിട്ട് വേണോ, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വേണോ? ശനിയാഴ്ച ആക്കിയുള്ളതായിരിക്കുന്ന ഒരു സൗകര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് വല്ലതും ആക്കിയാൽ അത് സഭായോഗത്തെ ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്ന് മാത്രമല്ല പിറ്റേ ദിവസം സ്നാനപ്പെടുന്ന ആളുകൾക്ക് കൃത്യമേശി പങ്കെടുക്കുവാനായിട്ട് കഴിയും. രാവിലെ ആണെങ്കിൽ അതും കൃത്യമേശി പങ്കെടുക്കാനായിട്ട് കഴിയും. പക്ഷെ അപ്പൊ സമയം വളരെയാകും. അത് രാവിലെ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെയാണ് യോഗം തുടങ്ങുന്നതെങ്കിൽ പിന്നെ സ്നാന ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ ഒത്തിരി സമയമാകും. പല സ്ഥലങ്ങളിലും ഉച്ച കഴിഞ്ഞ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് സ്നാനം ഏൽക്കുന്ന ആളുകൾക്ക് തിരുവത്താഴത്തിൽ പങ്കെടുക്കണേ ഒരാഴ്ച പിന്നെ അവർ വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് സ്നാനം നിർത്തുന്നതിനേക്കാൾ ആഴ്ചവട്ടത്തിന്റെ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ സ്നാന ശുശ്രൂഷ നടത്തുകയും അടുത്ത ദിവസങ്ങളിൽ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡീക്കന്മാരുടെ ഭാര്യമാരും ആവശ്യമാണ്. കാരണം സഹോദരിമാരൊക്കെ സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ അവരെ പുതുപ്പൂണ്ട് പുതുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തുണിയൊക്കെ ശരീരത്തിൽ പറ്റി കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ തുണി പുതുപ്പിച്ചൊക്കെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒക്കെ കണ്ടിട്ടുണ്ട്. അത് വളരെ യുക്തവും യോഗ്യവുമായ കാര്യങ്ങളാണ്. ഇതൊക്കെ സഹോദരിമാർ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. സഹോദരിമാർക്കും അത് നനഞ്ഞ് തുണി മാറാനൊക്കെ ഉള്ളതായിരിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ, ബാത്റൂമുകൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ആദ്യം സഹോദരിമാരെ സ്നാനം കഴിഞ്ഞ് അവരുടെ തുണിയെല്ലാം മാറിയതിനു ശേഷം സഹോദരന്മാരല്ലേ ആദ്യ സഹോദരന്മാരെ ചെയ്തിട്ട് പിന്നെ സഹോദരിമാരുടെ അതിനുള്ളതായിരിക്കുന്ന ഒരു 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 യോഗ്യമായ നിലയിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഡീക്കന്മാരാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അവരത് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ രോഗികളുടെ പരിചരണമാണ് ഡീക്കന്മാരുടെ ഉത്തരവാദിത്വം വരുന്ന ഒരു കാര്യം. ഏത് സഭയുടെയും അതിപ്രധാനമായ ശുശ്രൂഷകൾ ഒന്നാണ് രോഗി പരിചരണം. അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഒരാൾ ആശുപത്രിയിലാണ്, ഭർത്താവ് ആശുപത്രിയിലാണ്, ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് വീട്ടില്. അപ്പോ ഭാര്യയ്ക്ക് വന്ന് ആശുപത്രിയിൽ നിൽക്കാൻ ഒക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വേറെ എല്ലായിടത്ത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമേ കൂടെ നിൽക്കാൻ ഒക്കൂ. അപ്പോൾ രാത്രിയിൽ ഭർത്താവിന് പോലും നിൽക്കാൻ ഒക്കില്ല. അപ്പൊ അവിടെ സൗകര്യമാരെങ്കിലും പോയി നിൽക്കുക. അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഡീക്കന്മാരാണ് ചെയ്യേണ്ടത്. വീട്ടുകാർ ആവശ്യപ്പെടാതെ ആരെങ്കിലും വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഉത്തരവാദിത്തമുള്ളതായിരിക്കുന്ന ഒരു സഭയിലെ കാര്യങ്ങളൊക്കെ വളരെ നോക്കിക്കണ്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ രക്തം ആവശ്യമായി വരുന്നത് ഡീക്കന്മാരാണ് എന്നുള്ളതായിരിക്കുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ചിലടത്ത് അമ്മ ആശുപത്രിയിലാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നോക്കണം. ഭർത്താവ് ജോലിക്ക് പോകേണ്ടത് ആവശ്യമാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല. അങ്ങനെ വീടുകളിൽ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രസവം കഴിഞ്ഞതായിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ ജോലി ചെയ്യുന്ന ഭർത്താവും സ്ത്രീയും മാത്രമേ ഉള്ളൂ. വേറെ ആരും അവരെ ശുശ്രൂഷിക്കാനായിട്ട് അമ്മയോ മറ്റാരും ബന്ധപ്പെട്ടവരില്ല എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ അത്യാവശ്യം ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സഭയിൽ നിന്നുള്ളവരെ ക്രമീകരിക്കേണ്ടതൊക്കെ ഡീക്കന്മാരും ഡീക്കന്മാരുടെ ഭാര്യമാരുമാണ്. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അവരെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഭവന സന്ദർശനം നടത്തുന്നതായ സഭാ സന്ദർശനം നടത്തുന്ന ദൈവദാസന്മാരെ ഉചിതമായ നിലയിൽ അവരെ സ്വീകരിച്ച് ആദരിക്കേണ്ടത് ഡീക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോ ഞാനായിരുന്ന സഭയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആഴ്ചകളുടെ ഒരു വർഷത്തിൽ 2, 3, 4 പ്രാവശ്യം ഇങ്ങനെ ഉപദേശിമാര് വരും. അവരെ ചിലപ്പോ ഒരു ശനിയാഴ്ച ദിവസം വരും, വെള്ളിയാഴ്ച ദിവസം വരും. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉപദേശിമാർ അങ്ങനെ താമസിക്കുന്നതേ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് അവർ ഒരാഴ്ച കഴിഞ്ഞൊക്കെ പോവുക. അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സഭയിലുള്ളതായിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും വീട്ടിൽ അവർ പോകും. സഭയിലെ ആരെങ്കിലും മൂപ്പന്മാരൊരാൾ കൂടോ ഡീക്കന്മാരിൽ ആരെങ്കിലും കൂടെ പോവും. പോയിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടുകാരെ ഉത്സാഹിപ്പിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും സ്ഥിതി ഉണ്ടായിരുന്നു. അത് വളരെ പ്രയോജനകരമായിരുന്നു. കാരണം ഇങ്ങനെ വരുന്നതായിരിക്കുന്ന ആളുകൾ നല്ല പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ ഇച്ചിരി കഴിവൊക്കെ ഉള്ള പ്രാപ്തിയൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ വളരെ സഹായകരമായിട്ട് ചെയ്യും. അതുപോലെ ആ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ സന്ദർശിക്കുകയും അവരെ പഠിത്തത്തിൽ ഉത്സാഹിപ്പിക്കുകയും
അവരോട് സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കുന്ന ആളുകളെ എവിടെയൊക്കെ അവർ വരേണ്ടത്, ഏത് വീട്ടിലാണ് അവർക്ക് താമസം എന്നൊക്കെ ഉള്ളത് ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെറുപ്പത്തിലൊക്കെ ഉപദേശിമാർ തന്നെയാണ് നിശ്ചയിക്കുന്നത് ഏത് വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് സാധാരണ വരുമായിരുന്നു. ഞങ്ങളുടെ സമയത്ത് 2-3 വീടുകളുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ വീടുകളിൽ ഏതെങ്കിലും ഒരു വീടുകളിലേക്ക് അവർ പോകുന്നത്. അവരങ്ങനെ പോകാനുള്ള കാരണം ആ വീട്ടുകാർ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന വീട്ടുകാരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. അപ്പോ സഭയിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. വിസിറ്റിംഗ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഐറ്റനറി പ്രീച്ചേഴ്സ് എന്ന് പറയും. അതിന്റെ സഞ്ചാര പ്രസംഗികൾ സഭയിൽ വരുമ്പോൾ ദയവായിട്ട് ഡീക്കന്മാരിൽ ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യണം എന്ന് ഒരു ഇൻഫർമേഷന് കൊടുത്താൽ വളരെ നല്ലതാണ്. സഞ്ചാര പ്രസംഗികൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ. അപ്പോൾ അവർ വരും, അവർക്ക് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാം. ആഹാര കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ. അവർ പോകുമ്പോൾ അവർക്ക് സഭയിൽ നിന്ന് ഒരു കൂട്ടായ്മയും കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ കൂട്ടായ്മയും ക്രമീകരിക്കേണ്ടത് ഈ ഡീക്കന്മാരാണ്. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ആദ്യകാലത്തെ സഭകളുണ്ടായിരുന്നു. ഇന്നത്തെ സഭകളിലും അതൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രസംഗങ്ങളുമില്ല, വന്നാല് ആരും അങ്ങനെ സ്വീകരിക്കുകയില്ല. മിഷണറി സൺഡേ, മിഷൻ സൺഡേ എന്ന് പറയുന്ന സൺഡേ വന്ന് ആരെങ്കിലും ഫുൾ ടൈം വർക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്താൽ പോലും അവർ ഞായറാഴ്ച രാവിലെ വന്ന് ചോദിച്ചാൽ അവരങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ഉള്ളതായിരിക്കും ഒരു കാലമാണ്. ശുശ്രൂഷകളൊക്കെ വളരെ ലഘൂകരിക്കപ്പെട്ടതായിരിക്കും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെതായിരിക്കുന്ന കുറവുകൾ നമ്മുടെ സഭകൾക്കുണ്ട് എന്ന് പറയാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. അതുപോലെ കണക്ക് പുസ്തകം സൂക്ഷിക്കുക എന്ന് പറയുന്നത്, സഭയുടെ അക്കൗണ്ട് ബുക്ക് സൂക്ഷിക്കുക എന്ന് പറയുന്നത്, അക്കൗണ്ട് ബുക്ക് മാത്രമല്ല, സഭയ്ക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. മാരേജ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ സഭയുടെ മെമ്പർഷിപ്പ്, സഭയുടെ രജിസ്റ്റർ ഉണ്ട്, മെമ്പർഷിപ്പ് രജിസ്റ്റർ ഉണ്ട്, സഭയുടെ കണക്ക് പുസ്തകമുണ്ട്. ഇങ്ങനെയുള്ളതാ സഭയുടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ സഭയ്ക്ക് പലതുണ്ട്. അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കേണ്ടത് ഡീക്കന്മാരാണ്. അത് സഭയ്ക്കുള്ളിൽ തന്നെ അവർക്ക് സ്റ്റീൽ അൽമാരി, പൂട്ടൊക്കെയുള്ള അൽമാരി കാണും, അതിൽ അവർ സൂക്ഷിക്കും. ആർക്കും ഏത് സമയത്തും കൈകാര്യം ചെയ്യാൻ അനുവാദം അതിൽ കൊടുക്കരുത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ. അതുപോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകേണ്ട സാഹചര്യങ്ങൾ വരും. വിവാഹത്തിനാണെങ്കിൽ അതിൻ്റെ സംബന്ധ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് പലതിനും പഞ്ചായത്തിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ആവശ്യമാണ്. ക്രിസ്ത്യാനിയ സഭാംഗത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സ്കൂളിലെ ചില സ്കോളർഷിപ്പുകൾക്ക്. അപ്പൊ അതിനൊക്കെ കൊടുക്കേണ്ടത് ഡീക്കന്മാരാണ്. ഡീക്കന്മാരെ പ്രിപ്പയർ ചെയ്ത് സഭയുടെ സീൽ വെച്ചാണ് കൊടുക്കുന്നത്. പാസ്റ്ററുടെ ഒപ്പ് വേണം എന്നുള്ളത് മൂപ്പന്മാരാരെങ്കിലും ഒരാൾ ഒപ്പിട്ടത് കൊടുക്കും. സാധാരണഗതി ഡീക്കന്മാർ പ്രിപ്പയർ ചെയ്ത് സഭയ്ക്ക് വേണ്ടി അവര് സീൽ ചെയ്ത് ഒപ്പിട്ട് കൊടുത്താൽ ധാരാളം മതിയാകുന്നതാണ്. അപ്പൊ കാര്യമൊക്കെ അവരാണ് ചെയ്യേണ്ടത്. അതുപോലെ ഞായറാഴ്ച എടുക്കുന്ന ഓഫറിങ് തിങ്കളാഴ്ച രാവിലെ ബാങ്കിൽ ഇടുന്നവരാണ്. അതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ കരുണ കാണിക്കുക എന്ന് പറയുന്നത് ഡീക്കന്മാരുടെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്, സഭയുടെ ഒരു ഉത്തരവാദിത്വമാണ്. ദൈവം അതിനുള്ളതായിരിക്കുന്ന ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട് ചിലർക്ക് കരുണ കാണിക്കാനുള്ളത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിലും 12-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിലും ഒക്കെ കരുണയുടെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക എന്നൊക്കെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡീക്കന്മാർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും ഒക്കെ അതേക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അപ്പോസ്തലത്തിൽ 11-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തില് അന്ത്യോക്യ സഭയിൽ നിന്നും കരുണയുടെ ശുശ്രൂഷ നടത്തി പൗലോസിന്റെയും ബർന്നബാസിന്റെയും സഭയെ കയ്യിൽ യെരുശലേമിലെ മൂപ്പന്മാർക്ക് കൊടുത്തയക്കുന്നതായിട്ട് കാണാം. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സ്വത്താഴ്ച എടുക്കാനും അത് യോഗ്യമായിരുന്ന ഞാൻ അവർക്ക് എൻ്റെ കൂടെ പോരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഡീക്കന്മാരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ യോഗ്യമായി തന്നെ ചെയ്യണം. അതുപോലെ സഭയുടെ സ്വത്തുക്കളുടെ ട്രസ്റ്റിമാരാണ് ഡീക്കന്മാർ. സഭയുടെ സ്വത്തുക്കളുടെ ട്രസ്റ്റിമാർ ഡീക്കന്മാരാണ്. സമുദായങ്ങളിൽ അവർക്ക് കാര്യക്കാരെന്നൊക്കെ പറയാറുണ്ട്. ട്രസ്റ്റിമാര് അതാത് കാലങ്ങളിൽ ഉള്ള ഡീക്കന്മാരാണ് എൻ്റെ ട്രസ്റ്റിമാർ. ഇന്ന് പല സഭകൾക്കും സ്വത്തൊക്കെ സ്വന്തമായിട്ടുണ്ടല്ലോ, സഭാ ഹോളും സെമിട്രിയും കോൺഫറൻസ് ഹോളുകളും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഔദ്യോഗിക രേഖകളുണ്ട്, ആധാരം മുതലായ രേഖകൾ, അതിൻ്റെയൊക്കെ കരസമയത്ത് അടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ കാലകാലങ്ങളിലായിട്ട് മൂപ്പന്മാർ നൽകുന്നതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, അത് ഡീക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. മൂപ്പന്മാർ പല കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശം നടക്കും. ഉദാഹരണമായിട്ട് പറയും, ഓണത്തിന്റെ അവധിക്ക് നമുക്കൊരു ക്യാമ്പ് നടത്തണമെന്ന് മൂപ്പന്മാർ തീരുമാനിച്ചു. ഡീക്കന്മാരെ വിളിച്ച് പറയും, നമ്മുടെ ഈ ഓണത്തിന്റെ അവധിക്ക് ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ച് ഡീക്കന്മാർ എന്ത് ചെയ്യണം? ഡീക്കന്മാരെ സഭയിലെ വിശ്വാസികളെ വിളിച്ചു കൂട്ടണം. വിളിച്ചു കൂട്ടിയിട്ട്
ക്യാമ്പ് ഇങ്ങനെ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് മൂപ്പന്മാർ പറഞ്ഞിരുന്നു. നമുക്കത് വേണ്ടേ? അങ്ങനെ ആളുകളെ അതിനുവേണ്ടി മൊബിലൈസ് ചെയ്യണം, ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് എവിടെ വെച്ച് നമുക്ക് നടത്തുന്നത്? ഹോൾ റെന്റ് ചെയ്യണോ? സഭാഹോളിൽ വെച്ച് നടത്താൻ കഴിയുമോ? അതോ എവിടെയെങ്കിലും പന്തലിടണോ എന്നൊക്കെ. ആരെയാണ് പ്രസംഗിക്കാൻ വിളിക്കേണ്ടതൊക്കെ മൂപ്പന്മാരാണ്. എന്ത് വിഷയമാണ് പഠിപ്പിക്കേണ്ടതൊക്കെ മൂപ്പന്മാരാണ്. എത്ര സെഷൻസ് വേണമെന്നൊക്കെ മൂപ്പന്മാരാണ്. പക്ഷേ എത്ര പേര് അവരെ ക്ഷണിക്കണം? എത്ര പേര് വരും? അവർക്ക് ആഹാരം എവിടെയാണ് ഒരുക്കുന്നത്? ആഹാരം ആരാണ് ഒരുക്കുന്നത്? എന്താണ് മെനുവ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർമാരുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ ഭാര്യമാരും ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാത് സമയങ്ങളിൽ മൂപ്പന്മാർ നൽകുന്ന പല കാര്യങ്ങൾ കാണും. ബൈബിൾ ക്ലാസ്, ഉപദേശ ക്ലാസ്സുകൾ എല്ലാ ശനിയാഴ്ചയും നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തുള്ള സഭകളെ അറിയിക്കണം, അവിടുന്ന് താല്പര്യമുള്ളവർക്ക് വരാം എന്ന് പറയാം. അപ്പോ വൈകിട്ട് 6 തുടങ്ങി 8 വരെ ആണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് മൂപ്പന്മാര് പറയുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത് ഡീക്കന്മാരാണ്. അന്യത അടുത്തുള്ള സഭകളെ അറിയിക്കുന്നതും അതുപോലെയല്ല. ക്ലാസ് ആരാ എടുക്കേണ്ടെന്നുള്ളത് എല്ലാ മൂപ്പന്മാരാണ്. അവർ തന്നെ എടുക്കും, അല്ലെങ്കിൽ അവരാരെങ്കിലും അതിനെ ക്ഷണിക്കും. അതൊക്കെ അവരാണ്. എന്നാൽ അവർക്ക് ഓണറേറിയം കൊടുക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡീക്കന്മാരാണ്. വലിയ ഉത്തരവാദിത്വമുള്ളതായിരിക്കുന്ന ഒരു ജോലിയാണെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ പ്രത്യേക സാമ്പത്തിക പ്രോജക്റ്റുകൾക്കായിട്ട് ഫണ്ടുകൾ സ്വീകരിക്കണം. ഇപ്പൊ ഹോളില്ലാത്തതായിരിക്കുന്ന ഒരു 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 സഭയാണ്. അവർക്ക് കൂടി വരാനായിട്ട് ഹോളിന്റെ സ്ഥലമില്ല. അപ്പോൾ അതിനാവശ്യമായിരിക്കുന്ന വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്കുള്ള കെട്ടിടം അന്വേഷിക്കുക. ഇനിയും സഭയെ വിളിച്ചു കൂട്ടിയിട്ട് സൗരന്മാരെ നമുക്ക് കൂടി വരാനൊരു ക്രമീകരണം വേണമല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും പറയും നമുക്കൊരു ഹോള് പണിയാം. അങ്ങനെ അതിന് ഫണ്ട് വേണ്ടേ? വേണമല്ലോ. ഇക്കാലത്തിൽ ഹോള് പണിയണമെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടേ? വേണം, സ്ഥലത്തിന് വില കൂടാതെ തന്നെ. അപ്പൊ അതെങ്ങനെയാണ്? അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണം എന്താണ് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീക്കന്മാരാണ് സഭയുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്തങ്ങളും അവർ തന്നെയാണ് എടുക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഡീക്കന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡീക്കന്മാരെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊന്നുമല്ല. ഡീക്കന്മാരെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യപ്പണം എണ്ണാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊന്നുമല്ല. ഡീക്കന്മാർക്ക് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. നമ്മുടെ സഭകളിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സങ്കടകരമായ കാര്യമാണ്. കൊല്ലത്ത് ചെയ്യുന്നില്ല. ചില സ്ഥലത്ത് ഡീക്കന്മാരും മൂപ്പന്മാരും നമ്മൾ വ്യത്യാസം പോലും അറിയില്ല. ചിലടത്തെ മൂപ്പന്മാരായി നിയമിച്ചിട്ട് ഡീക്കൻ ശുശ്രൂഷ ചെയ്യുന്നത്. ചിലടത്തെ പിന്നെ ഡീക്കന്മാരെന്ന് പറയുന്നവർ മൂപ്പൻ ശുശ്രൂഷ ചെയ്യുന്നത്. ആകെപ്പാടെ ഒരു കൺഫ്യൂഷനൊക്കെയാണ് പല സ്ഥലങ്ങളിലുള്ളത്. അങ്ങനെ നമുക്ക് പോയാൽ നമ്മുടെ സഭകളൊന്നും ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഡീക്കന്മാര് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ഡീക്കൻ മീറ്റിംഗ്സ് ആഴ്ചതോറും വേണം. ഡീക്കന്മാരും എല്ലാവരും മൂപ്പന്മാരും കൂടിയുള്ള മീറ്റിങ്ങുകൾ വേണം. പിന്നെ മെൻസ് മീറ്റിംഗ് മാസത്തിലൊരിക്കൽ മെൻസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. അതൊക്കെ ഓരോരോ സഭകൾ തീരുമാനിച്ചാൽ മതി. മെൻസ് മീറ്റിംഗ് മാസത്തിലൊരിക്കൽ വേണോ, എങ്ങനെ വേണ്ടേ? മാസത്തിലൊരിക്കലെങ്കിലും മെൻസ് മീറ്റിംഗ് നടത്തുന്ന സഭകളുടെ ഭിന്നതകൾ ഉണ്ടാവില്ല. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും പരാതി പറയാനൊക്കെ ഉണ്ടെങ്കിൽ മെൻസ് മീറ്റിംഗ് പറയാനുള്ളതായിരിക്കുന്ന അവസരമുണ്ട്. അപ്പോൾ ഭിന്നതകൾ ഉണ്ടാകാതെ സഭ ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകും. കഴിഞ്ഞ ഈ 5 ക്ലാസ്സുകൾ നമ്മൾ മൂപ്പന്മാരെ പറ്റിയും ഡീക്കന്മാരെ പറ്റിയുമാണ് ചർച്ച ചെയ്തത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭകൾ നന്നായിട്ട് പോകാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. മൂപ്പന്മാരും ഡീക്കന്മാരും ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് പെരുമാറും. കേവലം സ്ഥാനം കൊണ്ട് മാത്രം കാര്യമില്ല. സ്ഥാനം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജോലി ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള മൂപ്പന്മാരും ഡീക്കന്മാരും സഭകൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അവരങ്ങനെ ആയിരിക്കാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളോടുകൂടി, ദൈവത്തിന്റെ കൃപ നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ അവസരം തന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു.